ഗസയിൽ നിന്ന് തുടർച്ചയായ മൂന്നാം ദിവസവും ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് അൽ ഖസാം ബ്രിഗേഡ്സിന്റെ റോക്കറ്റ് ആക്രമണം. ഇതോടൊപ്പം ദക്ഷിണ ലബനാനിൽ നിന്ന് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ലയും കൂടുതൽ മിസൈൽ ആക്രമണം നടത്തിവരികയാണ്. ഇതിനിടെ ഗസയിലെ റഫയ്ക്ക് നേരെയും മറ്റും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. റഫയിലെ താമസ കെട്ടിടങ്ങൾക്ക് മേൽ നടത്തിയ ബോംബിങ്ങിൽ 6 കുരുന്നുകളടക്കം 17 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 37 ഫലസ്തീനികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതേസമയം നരനായാട്ടിനിടയിലും ഇസ്രായേലിന് $2640 കോടി അടിയന്തര സൈനിക സഹായം അനുവദിക്കാനുള്ള ബൈഡൻ ഭരണകൂട നിർദ്ദേശത്തിന് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് അമേരിക്കൻ പ്രതിനിധി സഭ. യുക്രൈന് $6080 കോടി, തായ്വാൻ ഉൾപ്പെടെ ഇന്തോ പസഫിക് മേഖലയ്ക്ക് $810 കോടി സൈനിക സഹായമായി ലഭിക്കും. സെനറ്റിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ എത്രയും പെട്ടെന്ന് ഇസ്രായേലിനും മറ്റും സൈനിക സഹായം കൈമാറുമെന്നാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത്. ഗസയിൽ പിന്നിട്ട് 7 മാസക്കാലമായി കൊടും ക്രൂരതകൾ തുടരുന്ന ഇസ്രായേലിന് സൈനിക സഹായം നൽകരുതെന്ന സമാധാനകാംക്ഷികളുടെ അഭ്യർത്ഥന തള്ളിയാണ് തെൽ-അവീവിനെ വീണ്ടും ആയുധമണിയിക്കാനുള്ള അമേരിക്കൻ തീരുമാനം. മേഖലയിൽ സംഘർഷം വ്യാപിക്കാൻ ഇസ്രായേലിനുള്ള US പിന്തുണ വഴിയൊരുക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ലോകസംഘർഷം മൂർച്ഛിക്കാനുള്ള നീക്കം കൂടിയാണിതെന്നും റഷ്യ വ്യക്തമാക്കി. 34,000 മനുഷ്യരെ കൊന്നൊടുക്കിയ ഇസ്രായേലിന് കൂടുതൽ പേരെ വധിക്കാനുള്ള സഹായമാണിതെന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. എന്നാൽ ബൈഡൻ ഭരണകൂട തീരുമാനത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അഭിനന്ദിക്കുകയാണുണ്ടായത്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ വിഭാഗവും ഇസ്രായേലിനൊപ്പം തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായും നെതന്യാഹു പറയുന്നു. കഴിഞ്ഞ ദിവസം UN-ൽ ഫലസ്തീന് സ്വതന്ത്രാംഗത്വം നൽകാനുള്ള പ്രമേയത്തെ രക്ഷാസമിതിയിൽ പിന്തുണച്ച ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ അംബാസഡർമാരെ വിളിച്ചുവരുത്തി ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിന്റെ ഒരു സൈനിക യൂണിറ്റിനെതിരെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളിൽ പ്രതിഷേധിച്ചും നെതന്യാഹു രംഗത്തു വന്നു. അത്തരം നീക്കം ഭീകരതയ്ക്കുള്ള പിന്തുണയായി മാറുമെന്നും നെതന്യാഹു അമേരിക്കയ്ക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അതേസമയം ദിനംപ്രതി തുടരുന്ന ഇസ്രായേലിന്റെ നരനായാട്ടിനിടയിലും ഗസയിലേക്ക് കപ്പൽ മാർഗം മാനുഷിക സഹായം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്താരാഷ്ട്ര ഫ്രീഡം ഫ്ലോട്ടില കൂട്ടായ്മ. 10-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാരിതര സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയാണിത്. ഇസ്താംബുളിലുള്ള കപ്പലിൽ അവശ്യ വസ്തുക്കൾ സംഭരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു. 7 നിലകളുള്ള അക്ഡനിസ് എന്ന കപ്പലിലാണ് സഹായം എത്തിക്കുക. 30 രാജ്യങ്ങളിൽ നിന്നായി 800ഓളം പേർ കപ്പലിലുണ്ടാകും. 5500 ടൺ സഹായമാണ് ഗസയിലേക്ക് കൊണ്ടുപോകുന്നത്. ലോകമെമ്പാടുമുള്ള 4 ദശലക്ഷം പേരുടെ പിന്തുണയിലൂടെയാണ് ഇത്തവണ സഹായം സംഭരിക്കുന്നത്. കപ്പൽ വരും ദിവസങ്ങളിലായി യാത്ര പുറപ്പെടും. അതേസമയം കപ്പലിനെ തടയാനാണ് ഇസ്രായേലിന്റെ ശ്രമമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.